പത്തനംതിട്ടയുള്ള ഒരു മോള് മേഘ എന്ന് പറയുന്ന ഒരു മോള് 24 വയസ്സായ ഒരു പൊന്നു മോള്. അവൾക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു IB ഉദ്യോഗസ്ഥയായിട്ട് അവൾക്ക് ജോലി കിട്ടി. ഇപ്പോൾ 1 വർഷം കണ്ടേ ആയി അവൾക്ക് ജോലി കിട്ടിയിട്ട്. പക്ഷേ നല്ല മിടുക്കി മോളായിരുന്നു എന്ന് പറഞ്ഞാൽ 23 വയസ്സിലൊക്കെ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ അവൾ അത്ര കഠിന ശ്രമം അവൾ നടത്തിയിട്ടാണ് അവൾ ആ ജോലി വാങ്ങിച്ചത്. അതുപോലെ അവൾ ആ ഒരു കാര്യത്തിനും ആ അമ്മയും അച്ഛനും എതിർപ്പ് നിൽക്കില്ലായിരുന്നു. ഒരൊറ്റ മോള്, അച്ഛനും അമ്മയ്ക്കും ജോലി. മോള് സ്ഥിരം അങ്ങനെ വീട്ടിൽ വിളിക്കാറുണ്ടായിരുന്നു. എന്നും വിളിക്കും. ഈ മരിക്കണേൻ്റെ തലേ ദിവസം പോലും മോള് വിളിച്ച് അന്നും വിളിച്ചെന്ന് പറയണായിട്ട് അന്നും വിളിച്ചതായിട്ട് അച്ഛൻ മാധ്യമത്തിന് മുന്നിലൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ തങ്ങളുടെ ഇഷ്ടത്തിലായിരുന്നു. മലപ്പുറത്തുള്ള പയ്യനാണ് എന്നറിയപ്പെട്ട്. അപ്പം ഈ പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ കുട്ടി വീട്ടിൽ പറയുകയും അപ്പോഴേ വീട്ടുകാരതിനെ എതിർത്തതിന് ശേഷം പിന്നെ ഇവർ പിരിയൂല എന്നുള്ള ഒരിതായപ്പോൾ എന്തോ ഇത് വീട്ടുകാർ പിന്നെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് മോളെടുത്ത് പറയുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ഈ പയ്യൻ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് ഈ കുട്ടി അങ്ങോട്ടും കോൾ ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ ആയപ്പം ബുദ്ധിമുട്ടായപ്പം വീട്ടുകാർ തന്നെ പറയുമായിരുന്നു, ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുമായിരുന്നു ഇതുപോലെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്നുള്ള ഒരു ഇതിൽ പയ്യൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ചു. അപ്പോഴ് പയ്യൻ എന്തോ ചെയ്തു, പയ്യൻ പറയുന്നത് എനിക്ക് കല്യാണം ഇപ്പോൾ വേണ്ട, കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരിത് പറഞ്ഞു. അത് പറ്റൂല, അത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ കല്യാണം നടത്തണം. അപ്പം അവൻ പറയണം അവൻ എന്തോ പഠിച്ചുകൊണ്ട് അങ്ങോട്ടിരിക്കുന്നു, അവന് ജോലി വേണം എന്നൊക്കെയുള്ള ഒരു റീസണൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം മോൾക്ക് ജോലിയായിരുന്നു അവന്. അതിന് ശേഷം അവൻ എറണാകുളത്താകണ്ട ഈ പയ്യൻ എറണാകുളത്താണ്. പിന്നെ അതിന് ശേഷം വർക്ക് ചെയ്യണമെന്ന് പറയണത്. ഈ കുട്ടി മരിക്കണേൻ്റെ അന്ന് വീട്ടിൽ വിളിച്ചായിരുന്നു ഇതുപോലെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലോട്ട് പോണ് എന്നുള്ളത്. അത് ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു. അപ്പം അതിനിടയിൽ ഈ കുട്ടിക്ക് പിന്നീട് അതിന് ശേഷം ഫോൺ കോൾ വരികയും ഇവള് ഈ ഫോണും കൊണ്ട് ആണ് ട്രെയിൽപ്പാളയത്തിൽ ചാടി മരിച്ചെന്നും പറയണ്. എന്തായാലും ആത്മഹത്യ ആയിരിക്കാനാണ് സാധ്യത, അല്ലാതെ വേറൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ഈ ഒരു ഫോൺ കോൾ വന്നതിൻ്റെ പേരിലാണ് ഈ കുട്ടി ഇത് ചെയ്തത്. ഈ കുട്ടി സ്നേഹിച്ച പയ്യന് ഇതിനു മുമ്പും വേറൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴ് അത് ഈ കുട്ടിയുടെ അടുത്ത് പറയാതെയാണ് ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിച്ചത്. പക്ഷേ ഇവർ അതിന് അത്രത്തോളം തിരക്കി കാണൂല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും പറഞ്ഞു കാണൂല. ഈ കൊച്ചിനെ അങ്ങനെ സ്നേഹിച്ച് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത് അതിന് ശേഷം ഈ കുട്ടിയെ വെച്ചുകൊണ്ടിരുന്ന അപ്പം ആ മുൻപേ ഉള്ള ബന്ധം അങ്ങനെ നിലനിൽക്കവേ ഈ പെൺകുട്ടിയായിട്ട് ഇവൻ ഇഷ്ടത്തിലായി. അപ്പം ഇവളെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവന് വേറൊരു ബന്ധം ഉണ്ടായെന്ന് പറയുന്നു. അപ്പോഴും ഇത് എത്ര എണ്ണം 2, 3 രണ്ടാമത്തെ ഈ പെൺകുട്ടി, അടുത്തത് മൂന്നാമത്തത്, ഇങ്ങനെ ആയപ്പോൾ അതുകൊണ്ടാണ് ഇവൻ ഒന്ന് ബേക്കിലോട്ട് വലിഞ്ഞത്. ഇവന് കല്യാണം ഇപ്പം വേണ്ട എന്നൊക്കെ ഉള്ളൊരു ഇതവൻ പറഞ്ഞത്. അപ്പോഴ് ഈ പെൺകുട്ടി എന്തോ പെൺകുട്ടി ചെയ്തത് ഇവൻ എന്തെങ്കിലും പറഞ്ഞു കാണും, എനിക്കല്ലെങ്കിൽ വേണ്ടെന്നോ, ഇനി ഇവനായിരിക്കാം വിളിച്ചത് എന്നാണ് 100% ഉറപ്പ്. അപ്പം ചിലപ്പോൾ പറഞ്ഞു കാണും എനിക്കിപ്പോൾ അല്ലെങ്കിൽ കല്യാണം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട, ഞാൻ വേറെ കെട്ടാൻ പോകണമെന്നോ എന്തെങ്കിലും പറഞ്ഞു കാണും. അപ്പോഴീ കുട്ടി മാനസികമായിട്ട് തകർന്നിട്ടായിരിക്കും ഇത് ഫോൺ എടുത്ത് ട്രെയിൽപ്പാളയത്തിൻ്റെ അവിടെ എറിഞ്ഞിട്ട് ട്രെയിൻ വരണേന് ഇച്ചിരി മുമ്പേ തന്നെ ഇത് തല വെച്ച് കിടന്ന് ചിന്നി ചിതറി എന്നാണ് പറയുന്നത്. ഈ മക്കളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അവനങ്ങ് പോയെങ്കിൽ പോടാ പുല്ലേന്നും പറഞ്ഞ് പോകണം. പോയിട്ട് എന്തോ ചെയ്യണം? ഇവക്കൊരു ജോലിയില്ലേ? ഇവക്ക് അന്തസ്സായിട്ട് ഇവക്ക് നല്ല ഒരു പയ്യനെ കിട്ടും. എന്തിനാണ് ഇങ്ങനെ പോയി അവനുമായിട്ട് അങ്ങനെ ഉള്ള ഒരുത്തനെ ഒരു കണക്കിന് അത് കെട്ടാത്തത് നല്ലതാണെന്നും പറഞ്ഞങ്ങ് പോകണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇനി ഇവരിനി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ അങ്ങനെ പോയിരുന്ന അതിനെ വെച്ചും കൊണ്ട് ഇനി ഭീഷണിപ്പെടുത്തിയ
എന്നറിയാൻ പറ്റൂല. അപ്പം എന്ത് തന്നെ ആയിരുന്നാലും പോലീസ് ഇനിയിപ്പം ഈ മൊബൈൽ വഴി ഇനിയിപ്പോൾ തെളിവ് ഒക്കെ എടുക്കുമായിരിക്കും. പിന്നെ ഇനി എന്തായാലും അവനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവനാണ് അതിന് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിരന്തരം എത്ര കണ്ടാലും പഠിക്കില്ല. ഇപ്പം ഈ ഉള്ള ആളുകൾ മൊത്തം ഈ റെയിൽ പാളയത്തിന് അവിടെ എന്തിനാന്തോ കൊണ്ടുവന്ന് തല വയ്ക്കണത്. കഷ്ടം തന്നെ. എന്ത് വേദനയോട് കൂടിയാണ് ആ മരിക്കണ ആ രംഗം. ആ ട്രെയിൻ വരുമ്പോഴൊക്കെ ഉള്ള ഒരു നെഞ്ചിടിപ്പ്, ആ വരണ സമയത്ത് കുട്ടിക്ക് എങ്ങനെ മരിക്കാൻ തോന്നി എന്നുള്ളതാണ്. അച്ഛനും അമ്മയും ഓർമ്മിച്ചില്ല, ഒറ്റ മോളാണ്. ആ അമ്മ ഭയങ്കരമായ സങ്കടത്തിൽ അമ്മ കിടന്ന് കരയാണ്. പിന്നെ അച്ഛൻ മീഡിയയുടെ മുന്നിൽ മോക്ക് നീതി കിട്ടണം, ഇതുപോലെ ഒരു ഫോൺ കോൾ വന്ന് അതിൻ്റെ പേരിലാണ് എൻ്റെ മോളിങ്ങനെ ചെയ്തത്, അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. പാവപ്പെട്ട 2 മനുഷ്യർ, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഈ മോളെ കൊണ്ട്. അതുപോലെ തന്നെ മോളെ നല്ല നിലയിലാവണം എന്നുള്ള പ്രതീക്ഷ ഏത് അച്ഛനമ്മയ്ക്കായിരുന്നാലും കാണും. അതുപോലെ ആ കുട്ടിക്കും ഉണ്ടായിരുന്നിട്ടുണ്ട് നല്ല ഉയർച്ചയിലെത്തണം. അപ്പം അതിനിടയിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചത് അത് ഒരു കാരണം. ഇനിയുള്ളവരെങ്കിലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഈ ട്രെയിനിൻ്റെ മുന്നിലൊക്കെ എടുത്ത് ചാടേ, അല്ലെങ്കിൽ അവന്മാർ വന്ന് പോടാ പുല്ലേന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞങ്ങ് പോകണം. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനുള്ളത്. അല്ലാതെ വല്ല പറഞ്ഞെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ആത്മഹത്യ ചെയ്യണതിൻ്റെ വല്ല കാര്യമുണ്ടോ? അവൻ സുഖമായിട്ട് ജീവിക്കൂലേ? അവൻ സുഖമായിട്ട് കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കും. ഇപ്പം ആർക്ക് നഷ്ടപ്പെട്ടത്? മോളെ അച്ഛനും അമ്മയ്ക്കും. എന്തായാലും ആ കുട്ടി നഷ്ടപ്പെട്ട് ഇല്ലാതായി. ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അത് പഠിച്ച് ഇത്രയും ഉയർന്ന ജോലിയും വാങ്ങിച്ച് നല്ല അന്തസ്സായിട്ട് ആ കുട്ടിക്ക് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്തിപ്പെട്ട് നല്ലൊരു വിവാഹാലോചന വന്ന് ആ മോള് അച്ഛനും അമ്മയെ സന്തോഷിപ്പിക്കാനുള്ളത്, കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിച്ച് ആ അമ്മയ്ക്കും അച്ഛനും ഒരു തണലായി ഒരു തുണയായി നിൽക്കാനുള്ള മോളാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇവരെത്ര നാൾ ഈ അമ്മയും അച്ഛനും ഇങ്ങനെ കണ്ണീരൊഴുക്കി നടക്കും? വേറെ ഒന്നുപോലും ഇല്ല. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്നിനൊന്നെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്നേഹമെങ്കിലും അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ. ജന്മം നൽകി എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത്. ഈ മക്കളിങ്ങനെ തുടങ്ങിയാൽ എന്തൊരു ചെയ്യും? ഏവൻ്റെയെങ്കിലും കാര്യങ്ങൾ ഞാട്ടി എടുത്തിട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രശ്നങ്ങളുമായി അടിയായി അതിൻ്റെയൊന്നും കാര്യമില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പോണത്? അവൻ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് കണ്ടെങ്കിൽ ഈ മോൾ എന്തോന്ന് ചെയ്യണം? അങ്ങ് ഒഴിഞ്ഞു പോകണമായിരുന്നു. ആ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം, അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യുന്നിടത്ത് ഒരുപാട് പേര് കാണാം, അവരുടെ അടുത്ത് പറയാം എനിക്കിങ്ങനെയാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ വെട്ടിത്തുറന്ന് പറയാം. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ മോള് ഇങ്ങനെ കറങ്ങണത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് കല്യാണം നടത്താം, എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കണത് ഒരു വല്ലാത്തൊരിതിലായി മാറി. അങ്ങനെയാണ് കല്യാണം നടത്തുന്ന കാര്യമൊക്കെ ഇവർ തീരുമാനിച്ച് ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഈ പയ്യൻ അതിന് താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് അറിയണത് ഈ പയ്യന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് അതിനുശേഷം ഈ പെൺകുട്ടിയെ എൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടിരുന്ന് അതിനുശേഷം വീണ്ടും ഇവളെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വേറെ ഒരു പെണ്ണുമായിട്ട് ഇതായി. ഇതെല്ലാം ഈ പെൺകുട്ടി അറിഞ്ഞു കാണും, അല്ലെങ്കിൽ ഈ ആരോ വിളിച്ച് ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു കാണും എനിക്ക് നിന്നെ വേണ്ട, ഇതാണ് കാര്യം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലോകം, ഇപ്പോഴത്തെ കാലം. അതിന് ഈ പെൺപിള്ളേരെന്തെങ്കിലും ഓടിപ്പോയി ഒന്ന് ട്രെയിൽ പാളയത്തിൽ ചാടേ, അല്ലെങ്കിൽ വിഷം കുടിക്കേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കയറി തൂങ്ങേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവനവസ്ഥ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. അവർക്ക് എന്ത് വേദന കാണും അവർക്ക്? അല്ലെങ്കിൽ എന്നാൽ അന്നേ ഈ കുഞ്ഞുനാളിലെ തന്നെ അങ്ങ് പ്രസവിച്ച സമയത്ത് തന്നെ അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ അവരങ്ങ് കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലായിരുന്നല്ലോ. അവരിത്രയും വളർത്തിയില്ലേ? എനിക്ക് ചോദിക്കുക എങ്ങനെ വളർത്തി? ഇപ്പോഴുള്ള മക്കളൊക്കെ അങ്ങനെയൊക്കെയാണ് ചോദ്യം. എങ്ങനെ വളർത്തി? അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോഴിങ്ങോട്ട് വന്ന ആ ഒരു പയ്യന് വേണ്ടിയിട്ട് അത് ആ മാതാപിതാക്കൾ എന്ത് വേദന സഹിക്കണം. മോളെ നഷ്ടപ്പെട്ട് അവൻ ഇനിയിപ്പോൾ സുഖമായിട്ട് പോയി, ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് പറയുന്നു. എവിടെ അറസ്റ്റ് ചെയ്താലും എന്തരാണ്? അവിടുത്തെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ ഇറങ്ങി ജാമ്യത്തിൽ വന്നിട്ട് അന്തസ്സായിട്ട് അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയും. ആർക്ക് നഷ്ടപ്പെട്ടത്? ഈ മോളെ അമ്മയ്ക്കും അച്ഛനും. ഇതൊക്കെയാണ്
ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനി. അത് എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും ആഗ്രഹിക്കണതാണ് ഇങ്ങനെയൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഓരോ ദിവസം ഓരോരോ വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണരണത്. ഓരോരോ വാർത്തകൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇന്ന് മരണത്തിൻ്റെ ഒരിത് കാണരുതേ, ഒരു ന്യൂസ് പോലും കാണരുതേ എന്ന്. പക്ഷേ ഫുള്ളും ഇപ്പം കേൾക്കണത് ഫുള്ളും ദിവസവും വെട്ടും കുത്തും കൊലയും ഒന്നും പറയണ്ട. ഇതൊക്കെ തന്നെ കേൾക്കണത്. മണ്ടയ്ക്കടിയും അല്ലെങ്കിൽ കൊന്നെടുത്ത് പിന്നെ ടാങ്കിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് എനിക്കറിഞ്ഞൂടെ വാർത്തിടക്കും. എന്തരല്ല എന്തൊരു ജീവനല്ലേ. ആ ജീവൻ എന്ത് പിടച്ചായിരിക്കും ആ ജീവൻ പോണമെന്ന് ആരും ചിന്തിക്കൂല ഈ അടിക്കണവർ. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. സ്നേഹിക്കുന്നത് തെറ്റെന്ന് ആരും ഒരിക്കലും പറയില്ല. സ്നേഹിച്ചാലും അത് ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ളതാണ്. അല്ലാതെ അന്ന് ഒരു സമയത്ത് സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് അടിയും കൂടി പിടിയും കൂടി അങ്ങനെ വരാനുള്ളതല്ല. ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണ്. ഒരു ദുശീലം ഇല്ലാത്ത ആളുകളായിരിക്കണം ഇങ്ങനെ കല്യാണം കഴിക്കണത്. ഇനി അവനിനി എങ്ങനെയുള്ള ഒരുത്തനായിരുന്നെന്ന് എങ്ങനെ അറിയാമോ? ചിലപ്പോൾ മയക്കുമരുന്നിന് അടിമയായിരിക്കും. അത് എല്ലാം ഇനിയിപ്പോൾ അങ്ങനെ പോലീസ് കണ്ടെത്തി അവന് അതിൻ്റേതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. ജനങ്ങൾക്ക് മൊത്തം ആഗ്രഹം ഇങ്ങനെ ചെയ്യണവർക്ക് അതിൻ്റേതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആ മോക്ക് നീതി കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ആ മാതാപിതാക്കളെ വിഷമം ഒന്ന് മാറി കിട്ടാൻ ആ മോക്ക് നീതി കിട്ടണം, അത്രയേ ഉള്ളൂ.